ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെക്ക് പാറ്റേൺസ് നമ്മൾ ഓൾറെഡി ചുരിദാർ നെക്ക് ചെയ്യാനും സിബ് പിടിപ്പിക്കാനും ഒക്കെ പഠിച്ചു അല്ലേ. ഇനി സിമ്പിളായിട്ടുള്ള കുറച്ച് നെക്ക് പാറ്റേൺസ് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുകയാണ്. ഞാൻ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടുള്ള പാറ്റേൺസാണ്, അതാണ് എളുപ്പം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെയ്യുന്ന നെക്ക് പാറ്റേൺസ് എല്ലാം ചാനലിൽ നെക്ക് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്കിതെല്ലാം കിട്ടും. അപ്പോൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് പീസ് ആണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നെക്കിലേക്ക് വളച്ചോ തിരിച്ചോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ള ഒരു പാറ്റേൺ നിങ്ങളെ കാണിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും കിട്ടും. വീഡിയോയിലേക്ക് പോവാം. ഈ ക്രോസ് പീസ് വട്ടം മടക്കുക, എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, കൂടുതലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഈ നെക്കിൽ അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ വന്ന് സെൻറ്ററിന് 1 ഇഞ്ച് മുമ്പ് നിർത്തി താഴത്തോട്ട് മടക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ വീണ്ടും നമ്മൾ ഇപ്പറേ സെൻറ്ററിന് 1 ഇഞ്ച് മാറി തന്നെ നമ്മളിവിടെ വന്നിട്ട് മുകളിൽ ഷോൾഡറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളുക. ഞാനിതിപ്പോൾ മാർക്ക് ചെയ്യുവാണ്. ഏകദേശം ഈ രീതിക്ക് വന്നിട്ട് ഈ അളവിൽ നിർത്തുകയാണ്. കണ്ടോ, ഇത് അറിയില്ലാത്തവർ മാർക്ക് ചെയ്തോളുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ച്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി നന്നായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കവറിങ് ബട്ടൺ നമ്മൾ നേരത്തെ മുതലേ ചെയ്യുന്നതാണ്. കവറിങ് ബട്ടൺ വെച്ചിട്ട് ഇതുപോലെ 2 കവറിങ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഈ നെക്ക് പാറ്റേൺ ഫിനിഷായി. ഇനി അടുത്ത നെക്ക് പാറ്റേൺ ഈ സെയിം മോഡലിൽ തന്നെ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഈ പീസ്, ഈ ഓറഞ്ച് പീസ് നെക്കിനോട് പറ്റ ചേർത്താണ് ചെയ്തിരിക്കുന്നത്. പകരം ഇത്രയും ഡിസ്റ്റൻസ്, 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ട് ഈ ഓറഞ്ച് പീസ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അടുത്ത് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാറ്റേൺ. ഈ പാറ്റേണിൽ നിന്നും ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ പുതിയ പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ആദ്യത്തെ പാറ്റേൺ പറ്റ ചേർത്ത് ആ വർക്ക് പോയപ്പോൾ രണ്ടാമത്തെ പാറ്റേൺ ഒരു മജന്ത ബോർഡർ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ബോർഡർ എഫക്റ്റ്, ഒരു ഡബിൾ ലെയർ എഫക്റ്റ് വരും ഈ നെക്കിന്. കണ്ടോ, ഈ ഒരു വ്യത്യാസമാണുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ബട്ടൺസ് കൊടുക്കുക. അപ്പോൾ നല്ല കിടിലൻ 2 പാറ്റേൺ ആയില്ലേ. സിമ്പിളാണ്, എന്നാൽ ഭംഗിയുമായിട്ട് നമുക്ക് തുടക്കക്കാർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസാണ്. ഇനി പൈപ്പിംഗ് വെച്ചിട്ടും അല്പം ബുദ്ധിമുട്ടും സമയമെടുത്ത് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പാറ്റേൺസൊക്കെ തുടർന്ന് വരുന്നുണ്ട്. ആദ്യം ഇതൊക്കെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള പാറ്റേൺസ് എളുപ്പം ചെയ്യാൻ പറ്റും.
നമ്മുടെ ഈ ചാനലും ഇതിൻ്റെ വർക്കുകളും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ.